പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ MIUI 12 അപ്ഡേഷന് ശേഷം നമ്മുടെ K20 പ്രോയുടെ ഗെയിമിംഗ് റിവ്യൂവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മുടെ MIUI അപ്ഡേഷന് ശേഷം MIUI 12 അപ്ഡേഷന് ശേഷം നമ്മുടെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ K20 പ്രോയിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ കിടക്കാം. MIUI 12 അപ്ഡേഷന് ശേഷം ഉള്ള ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ MIUI 10 അഭിമുഖീകരിക്കാൻ വേണ്ടി വന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. സോ ഞാനൊരു PUBG ഗെയിമറാണ്. എൻ്റെ സെക്കൻഡ് ചാനൽ ഒരു ഗെയിമിംഗ് ചാനലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നത് MIUI 10 ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് റെൻഡറിങ് ആണ്. റെൻഡറിങ്ങും ഫ്രെയിം ഡ്രോപ്പും അതുപോലെ ലാഗ് ഇഷ്യൂസൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ട് ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ. അതായത് ഞാൻ ഗെയിമിന് വേണ്ടി ഈ ഒരു ഡിവൈസ് എടുത്ത ശേഷം ഒരു 8-9 മാസത്തിന് ശേഷമാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. MIUI 12 അപ്ഡേറ്റിന് ശേഷം എനിക്ക് ഈ ഒരു ഫ്രെയിം ഡ്രോപ്പോ അല്ലെങ്കിൽ ലാഗ് റെൻഡർ ഇഷ്യൂസൊക്കെ ഒരുപാട് കുറഞ്ഞു. അതായത് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ എനിക്ക് നന്നായിട്ട് സോൾവ് ചെയ്യാൻ സാധിച്ചു. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ ഈ ഒരു ഡിവൈസ് എടുത്തപ്പോൾ കളിച്ചപ്പോൾ ഉള്ള ആ ഒരു പെർഫോമൻസ് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. സോ ഇതാണ് നല്ലൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ MIUI 10 ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ MIUI 12 നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ കുറേയധികം സബ്സ്ക്രൈബേഴ്സുള്ള സുഹൃത്തുക്കൾ എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്ഡേഷന് ശേഷം വളരെയധികം പ്രോബ്ലംസ് ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അതായത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻറ്റേർണൽ ഓഡിയോ സൗണ്ട് പോകുന്നു. അതേപോലെ നമ്മുടെ ടീംമേറ്റ്സിന് നമ്മൾ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നില്ല, അവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അത് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മൈക്ക് ഓൺ ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ റെക്കോർഡ് ഓഫായി പോകുന്നു. ഇങ്ങനെയുള്ള കുറേയധികം പ്രോബ്ലംസ് പറയുന്നുണ്ടായിരുന്നു. സോ ഞാൻ അപ്ഡേറ്റ് ചെയ്ത ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസോ സംഭവങ്ങളോ ഒന്നും വന്നിട്ടില്ല. 100% പെർഫെക്റ്റായിട്ട് തന്നെ എൻ്റെ ആ ഒരു എന്താ പറയുക റെക്കോർഡിങ് ആപ്ലിക്കേഷൻ റണ്ണാകുന്നുണ്ട്. ഒരു പ്രോബ്ലംസോ ഒരു ബഗ്ഗോ സംഭവങ്ങളോ ഒന്നും അതിനകത്ത് വരുന്നില്ല. അതേപോലെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പും MIUI 10 എന്താണ് എനിക്ക് ബാറ്ററി ബാക്കപ്പ് എത്രത്തോളം പെർഫോമൻസ് വരുന്നത് അതേ പെർഫോമൻസ് മാത്രമേ എനിക്ക് MIUI 12 കിട്ടുന്നുള്ളൂ. അഡീഷണൽ ആയിട്ടുള്ള ഒരു ബാറ്ററി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഇതാണ് ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് ഹൗ ടു അപ്ഡേറ്റ് MIUI 12. എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് MIUI 12 അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും ശ്രദ്ധിക്കാതെ നമ്മൾ നേരെ സെറ്റിങ്സിൽ പോകും. അതിനുശേഷം നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ നോക്കും. അപ്ഡേഷൻ നോക്കിയ ശേഷം ആപ്പ് ഇൻഫോയിൽ പോയി നമ്മൾ നേരെ ഡയറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറേയധികം പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് കാര്യമാണ് ഞാൻ പറയുന്നത്. സോ നമ്മൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നേരെ അപ്ഡേഷനിലേക്ക് പോകും. അപ്ഡേഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു പഴയ വേർഷനിൽ നിന്ന് നമ്മുടെ പുതിയ വേർഷനിലേക്ക് നമ്മുടെ കംപ്ലീറ്റ് സംഭവങ്ങളും സോഴ്സും സംഭവങ്ങളും എല്ലാം ട്രാൻസ്ഫർ ആകുമ്പോഴത്തേക്ക് ആ ഒരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ബഗ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷൻ സംഭവങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത ശേഷം മാത്രമേ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാവൂ. അതുപോലെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവസാനമായിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര % അപ്ഡേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവർ പ്രത്യേകം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഒരു കാരണവശാലും നമ്മൾ സ്വിച്ച് ഓഫ് ആക്കാനോ ടേൺ ഓഫ് ആക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് ഒരു കാരണവശാലും റീബൂട്ട് ചെയ്യാനോ പാടില്ല എന്നവർ പറയുന്നുണ്ട്. സോ അത് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മുടെ ഡിവൈസ് ഒരു കാരണവശാലും നമ്മൾ റീബൂട്ട് ചെയ്യരുത്. സോ അത് ഈ ഒരു % റണ്ണിങ്ങിനൊക്കെ ശേഷം MIUI എന്ന് പറയുന്ന ആ ഒരു ലോഗോ മാത്രം നമ്മുടെ ഡിവൈസിൻ്റെ സെൻറ്ററിൽ കാണിക്കും. ഒരു 10 മിനിറ്റോളം അങ്ങനെ തന്നെ നിൽക്കും സ്റ്റേബിളായിട്ട്. നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഹാങ്ങോ സംഭവങ്ങളോ വന്നതെന്ന് ഓർത്ത് നമ്മൾ നേരെ നമ്മുടെ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബഗ്ഗോ എന്തെങ്കിലും ഇഷ്യൂസോ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. നമ്മളുടെ ആ ഒരു ലോക്ക് സ്ക്രീൻ കാണിക്കുന്നിടം വരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡിവൈസ് അനക്കാതെ വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു MIUI 12 അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തായിട്ട് പറയാൻ പോകുന്നത് പറഞ്ഞാൽ ഹൗ ടു യൂസ് ആഫ്റ്റർ അപ്ഡേറ്റ്. നമ്മുടെ ഡിവൈസ് എങ്ങനെ നമ്മളുടെ ഈ ഒരു അപ്ഡേഷന് ശേഷം ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ
പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ഈ ഒരു ഫോൺ സ്റ്റോറേജ് ഇപ്പം ഗെയിമേഴ്സിനെ സംബന്ധിച്ചോളം നമ്മളുടെ ഡിവൈസിൽ നല്ല സ്റ്റോറേജ് ആവശ്യമാണ്. അപ്പം സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ നല്ല ലാഗ് സംഭവങ്ങളൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ ഫോൺ സ്റ്റോറേജ് മാക്സിമം ക്ലീൻ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആവശ്യമില്ലാത്ത തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, ആവശ്യമില്ലാത്ത ലിങ്കിൽ കയറുന്ന പരിപാടികൾ, അതുപോലെ നമ്മുടെ വെബ്സൈറ്റുകൾ കയറുന്ന ഈ പരിപാടികളെല്ലാം നമ്മൾ മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോൺ സ്റ്റോറേജ് എപ്പോഴും നമ്മൾ നല്ല രീതിയിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ബാറ്ററി നമ്മൾ ഒരു കാരണവശാലും നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുത്തിയിട്ട് നമ്മുടെ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യില്ല. അതേപോലെ ഗെയിം കളിക്കുമ്പോൾ മെയിനായിട്ട് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ കുത്തിയിട്ടുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചാർജ് നന്നായിട്ട് ഡ്രെയിനായി പോകാൻ സാധ്യതയുണ്ട്. അവസാനമായിട്ട് പറയാനുള്ള ഹൗ ടു സോൾവ് അപ്ഡേഷൻ ബഗ്സ്. അപ്പം നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞൊരു സംഭവം നമ്മുടെ അപ്ഡേഷന് ശേഷമുള്ള ബഗ്ഗുകളെ കുറിച്ചാണ്. അതായത് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഗെയിം പ്ലേസിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് പറഞ്ഞത്. അപ്പം ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡിവൈസ് തന്നെ സോൾവ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇവർ അഡീഷണലായിട്ട് ഈ ഒരു അപ്ഡേഷന് ശേഷം നമുക്കൊരു ഓപ്ഷൻ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. സോ സർവീസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ആ ഒരു ഫോണിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും MIUI സർവീസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒരു 2-3 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇതൊരു ലോഡായി വരാൻ വേണ്ടി. സോ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളുടെ സംഭവങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടുന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫാസ്റ്റായിട്ട് നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തരുമെന്ന് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് എഴുതി കാണിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ അതിനുശേഷം ഇഷ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതേപോലെ സജഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടത് ഇഷ്യൂസാണ്. ഇഷ്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഇഷ്യൂ എന്താണ് അത് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു ഗെയിമിംഗ് പ്രോബ്ലംസ്, റെക്കോർഡിംഗ് പ്രോബ്ലംസ് അല്ലേ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആഡ് ആൻ ഇമേജ് ഓർ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ നമ്മുടെ ഫയൽ മാനേജറിൽ പോയ ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മിസ്റ്റേക്കുള്ള ആ ഒരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ഗെയിം പ്ലേ ആണെങ്കിൽ ഗെയിം പ്ലേയുടെ ബഗ്ഗുകൾ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ട് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടുന്ന് നമ്മൾ പ്ലസ് ഐക്കണിൽ ഞെക്കിക്കൊണ്ട് നമ്മൾ ആ സംഭവം ഈ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. സോ അതിനുശേഷം സെലക്ട് ഐറ്റം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെലക്ട് ഐറ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കുറേയധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. എന്തൊക്കെ പ്രോബ്ലമാണ് നമുക്ക് ഉള്ളതെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അവിടെ തന്നെ നമുക്ക് ഗെയിംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, മീഡിയ എന്ന് പറയുന്ന ഭാഗത്ത് ഗെയിംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഗെയിം സെലക്ട് ചെയ്യുക. അതുപോലെ ടൈം സെലക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ഇമെയിൽ ID കൊടുക്കുക. സോ അതിനുശേഷം നമുക്ക് സെൻഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പ്രോബ്ലം അവർ അക്സെപ്റ്റ് ചെയ്ത ശേഷം നമ്മളുടെ എന്താണ് നമ്മളുടെ പ്രോബ്ലം, എങ്ങനെ അത് സോൾവ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം അവർ നമുക്ക് റിപ്ലൈ ആയിട്ട് തരും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് MIUI 12 കുറിച്ചുള്ള ഗെയിമിംഗ് റിവ്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളിടുന്ന ഓരോ വീഡിയോസും ടെക് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ നമ്മൾ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.